എല്ലാവർക്കും നമസ്കാരം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷാണ് അപ്ലോഡ് ചെയ്തത്. അതിൽ 3 തരത്തിലുള്ള പരിപ്പുകൾ കുതിർത്ത് ഒരുമിച്ച് അരച്ച് കുറേ സ്പൈസസും കുറച്ച് ജിഞ്ചർ പോലെയുള്ള സാധനങ്ങളും കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് വെജിറ്റബിൾസും ചേർത്ത് ഒരു വട പോലെ ഉണ്ടാക്കി സ്റ്റീം ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ്. അതായത് കർണാടകത്തിൽ അതേപോലെ തന്നെയാണ് അവരത് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ അത് ഷാലോ ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ എയർ ഫ്രൈ ചെയ്യാം. ഞാൻ ആ വേരിയേഷൻസ് പിന്നെ കാണിക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഒരു ദിവസം ചൂടോടെ അങ്ങനെ കഴിച്ചാൽ അടുത്ത ദിവസം നമുക്ക് ഷാലോ ഫ്രൈ ചെയ്ത് കഴിക്കാം. അങ്ങനെ പലത് രീതിയിൽ കഴിക്കാം. പക്ഷെ എന്തുകൊണ്ടാണ് അത് കഴിക്കേണ്ടത്? നമ്മൾ കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള ഇഡ്ഡലി ദോശ ഒക്കെ കഴിക്കുമ്പോൾ, നമ്മൾ ഇഡ്ഡലി ദോശ ഒക്കെ അരി കൊണ്ടുണ്ടാക്കി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഷുഗർ പെട്ടെന്ന് സ്പൈക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അതുപോലെ തന്നെ പെട്ടെന്ന് താഴുകയും ചെയ്യും. നമ്മൾ 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയാൽ ചിലപ്പോൾ ഇഡ്ഡലിയുടെ നമ്മുടെ ബ്ലഡ് ഗ്ലൂക്കോസ് കറക്റ്റ് ആയിരിക്കും. പക്ഷെ നമ്മളൊരു കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മോണിറ്റർ വെച്ച് നോക്കിയാൽ നമ്മൾ കാണും അത് 1 മണിക്കൂറിൽ പീക്ക് ചെയ്തിട്ട് താഴോട്ട് വരുന്നതായിട്ട് കാണും. 1 മണിക്കൂറിൽ പീക്കാവും, പിന്നെ താഴോട്ട് വരും. അപ്പൊ ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യണം. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എന്താണ് സംഭവിക്കുക? ഇന്ന് രാവിലെ ഞാൻ 3 ഇഡ്ഡലിയോ 2 ഇഡ്ഡലിയോ കഴിച്ചു. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. സാമ്പാറും ഉണ്ട്, ചമ്മന്തിയും ഉണ്ട്. സാമ്പാർ പരിപ്പാണ്. അപ്പൊ നമുക്ക് കംപ്ലീറ്റ് പ്രോട്ടീൻസ് ഒക്കെ കിട്ടും പരിപ്പിൽ നിന്നും അരിയിൽ നിന്നും. അങ്ങനെയൊക്കെ നമ്മൾ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു എന്ന് വിചാരിക്കും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ബ്രേക്ക്ഫാസ്റ്റിന്റെ കുഴപ്പം എന്താന്ന് പറഞ്ഞാൽ അത് ഷുഗർ സ്പൈക്ക് ചെയ്യുകയും 2 മണിക്കൂറിനകം അത് താഴ്ന്നു വരികയും ചെയ്യും. 1 മണിക്കൂറിൽ അത് മാക്സിമം എത്തും. നമ്മൾ 2 hours കഴിഞ്ഞ് നോക്കുമ്പോൾ ചിലപ്പോൾ അത് റീസണബിൾ റേഞ്ച് ആയിട്ട് കാണും. പക്ഷെ ഈ സ്പൈക്ക് ആൻഡ് ഈ ഡിപ്പ് വരുന്നത് കൊണ്ട് നമ്മൾക്ക് ആകെ ഒരു ക്ഷീണം വരികയും പിന്നെ നമുക്ക് 2 മണിക്കൂർ കഴിയുമ്പോൾ ക്രേവിങ് വരികയും ചെയ്യും. എന്തെങ്കിലും കഴിക്കണം എന്നുള്ള ഒരു ക്രേവിങ്ങും വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കുന്നത്. നമ്മുടെ ദിനം എങ്ങനെ തുടങ്ങുന്നുവോ, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തുടങ്ങുന്നുവോ, ഇതുപോലെ ഡിപ്സും ഹൈസും ഇല്ലാതെയുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ രാവിലെ ഉച്ച വരെ നമ്മൾക്ക് വിശക്കത്തേയില്ല. നമ്മൾ ഈ ഹെവി ആയിട്ടുള്ള ഈ പ്രോട്ടീൻ കഴിച്ചിരിക്കുന്നത് കൊണ്ട് നമുക്ക് വിശക്കാതെ ഇരിക്കുകയും ചെയ്യും. നമുക്ക് ഈ അപ്സ് ആൻഡ് ഡൗൺസ് ഇല്ലാത്തത് കൊണ്ട് ക്ഷീണം, ദാഹം, തളർച്ച ഇതൊന്നും വരാതെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രോട്ടീൻ വെച്ചുള്ള സേവറി ബ്രേക്ക്ഫാസ്റ്റ്, നല്ല എരിവുള്ള ബ്രേക്ക്ഫാസ്റ്റ്, അല്ലാതെ മൈസൂർ പാക്ക്, കടലമാവ് വെച്ച് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും. കടലമാവ് വെച്ചിട്ട് ദോശ പോലെ നമ്മളുടെ ഇന്ത്യൻ കോഫി ഹൗസിലൊക്കെ അത് വെജിറ്റേറിയൻ ഓംലെറ്റ് എന്ന് പറഞ്ഞ് വെജിറ്റബിൾസും ഉള്ളിയൊക്കെ ഇട്ട് കടലമാവ് ദോശമാവ് പോലെ കലക്കി ഒരു ഐറ്റം ഉണ്ടാക്കി തരുമായിരുന്നു. ഇപ്പൊ എനിക്ക് അറിഞ്ഞൂടാ. അപ്പൊ അതുപോലെയുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാം. പക്ഷെ ഇതേ കടലമാവ് നമ്മൾ പഞ്ചസാര ചേർത്തൊക്കെ ഉള്ള ആഹാരം കഴിക്കാനും പറ്റത്തില്ല. മധുരം അല്പമാണെങ്കിൽ പോലും മധുരമുള്ള പലഹാരങ്ങൾ കഴിച്ചാലും നമ്മൾക്ക് ഈ കോൺസ്റ്റന്റ് ആയിട്ടുള്ള എനർജി ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയില്ല. അതാണ് നമ്പർ 1 പോയിന്റ് ഓഫ് എ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ്. നമ്മൾക്ക് ത്രൂ ഔട്ട് ദ ഡേ നമ്മളുടെ ഷുഗർ സ്റ്റഡി ആയിട്ടിരിക്കും. നമ്മൾ കഴിച്ചത് കൊണ്ട് നമ്മൾ ഉച്ചവരെ നമുക്ക് സ്നാക്സ് ഒന്നും വേണ്ട. നമ്മൾ ഉച്ചയാകുമ്പോൾ നമ്മൾ മിതമായ നമുക്ക് ആവശ്യത്തിന് ഉണ്ണും, വലിയ വിശപ്പോ പരവേശമോ ഇല്ലാതെ ഉണ്ണും. അപ്പോഴും നമ്മുടെ പ്രൊപ്പോർഷൻസ് ഓഫ് ഫുഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ വൈകുന്നേരവും നമ്മൾ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകും. കാരണം നമ്മളെ ഡ്രൈവ് ചെയ്യുന്ന ആ ഹോർമോൺസ്, ഹങ്കർ ഹോർമോൺസ് ഒന്നും അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ഒസെംപിക് എന്ന് പറയുന്ന മരുന്നിന്റെ ഒരു പ്രധാന റോൾ എന്ന് പറയുന്നത് ഹങ്കറിനെ സപ്രസ് ചെയ്യാണ്. ഈ ഹങ്കറിനെ സപ്രസ് ചെയ്യാൻ ഒസെംപിക് ഒന്നും കഴിക്കേണ്ടതില്ല. ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് വയർ നിറച്ച് എന്ന് വെച്ചാൽ വണ്ടിച്ചു വാരിയല്ല, എന്നാലും നമുക്ക് ഫുള്ളാകുന്ന പോലെ ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ആയുർവേദിക് ഡയബറ്റിസ് ഫ്രീ പ്രോഗ്രാമിൽ അഡ്വൈസ് ചെയ്തിരിക്കുന്ന ഒന്നാമത്തെ കാര്യമാണ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് പ്രോട്ടീൻ റിച്ച് സേവറി ബ്രേക്ക്ഫാസ്റ്റ്. അതിനും അവർ കുറെ എന്തൊക്കെ ഉപയോഗിക്കുക എന്നുള്ള ഗൈഡ് ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ ഷെയർ ചെയ്ത ഒരു റെസിപ്പിയാണിത്. ഇത് വളരെ പോപ്പുലറായി. വേറെ ഉള്ള റെസിപ്പീസും ഞാൻ പുറകെ കൊണ്ടുവരാം. അപ്പൊ രണ്ടാമത്തെ കാര്യം, ഈ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ഈ കഴിക്കുന്ന ഈ പരിപ്പ് കൊണ്ടുള്ള വിഭവത്തിൽ നമ്മൾക്ക് കാർബോഹൈഡ്രേറ്റ്സും ഉണ്ട്. കാരണം ഈ പരിപ്പിനകത്തൊക്കെ കുറച്ച് പ്രോട്ടീൻ അരിയേക്കാളും ഉണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. പിന്നെ അതിൻ്റെ ഗുണം അതിൻ്റെ അകത്ത് സോളബിൾ ഫൈബേഴ്സ് ഉണ്ട്.
ഇൻസോളബിൾ ഫൈബേഴ്സ് ഉണ്ട്. നമ്മൾ തൊലിയോട് കൂടെയുള്ള ചെറുപയർ എടുക്കുകയാണ് നല്ലത്. അതാകുമ്പോൾ ഇൻസോളബിൾ ആൻഡ് സോളബിൾ ഫൈബേഴ്സും ഉണ്ട്. അപ്പം നമുക്ക് ഫൈബർ പ്രോട്ടീനും ഒക്കെ ഉള്ളത് കൊണ്ട് അത് നമ്മളെ ഫുള്ളായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. വി ഫീൽ ഫുൾ. കുറച്ച് കഴിക്കുമ്പോഴത്തേക്ക് വി ഫീൽ ഫുൾ. അപ്പം അതാണ് അതിൻ്റെ വേറൊരു കാര്യം. പിന്നെ മൂന്നാമത്തെ കാര്യം, പ്രോട്ടീനിൻ്റെ തെർമോജനിക് ഇഫക്റ്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. മെറ്റബോളിസത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രോട്ടീൻ നമ്മുടെ മെറ്റബോളിക് റേറ്റ് കൂട്ടും, നമ്മൾ ബേൺ ചെയ്യുന്ന എനർജി കൂട്ടും. ഈ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ദഹിച്ച് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് റേസ് ചെയ്യും. നമ്മുടെ ശരീരത്തിൽ അമിനോ ആസിഡ്സും എല്ലാം ലിവർ ഹാൻഡിൽ ചെയ്യും. അങ്ങോട്ടൊക്കെ ചെല്ലാനും ഈ പ്രോട്ടീൻ ദഹിക്കാനും ഒക്കെ നമ്മൾ കുറച്ച് എനർജി യൂസ് ചെയ്താലേ ഈ പ്രോട്ടീനെ ദഹിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ 1 ഗ്രാം കാർബോഹൈഡ്രേറ്റിൽ നിന്ന് 4 യൂണിറ്റ് ഓഫ് എനർജി കിട്ടുമെന്ന് പറഞ്ഞാലും 1 ഗ്രാം ഓഫ് പ്രോട്ടീനിൽ 4 യൂണിറ്റ് കിട്ടുമെന്ന് പറഞ്ഞാലും ഒരുപോലെയല്ല. ആ പ്രോട്ടീനിലെ എനർജി ആയിട്ട് നമ്മൾക്ക് ലഭിക്കുന്നത് 8 എനർജി അതിൽ നിന്നും കുറവാണ്. കാരണം നമ്മൾ എനർജി ബേൺ ചെയ്തിട്ട് ഈ പ്രോട്ടീനെ ഡൈജസ്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വയറ് നിറച്ച് ഇഡ്ഡലി കഴിക്കുന്നതിനേക്കാളും നമ്മൾക്ക് നമ്മുടെ ഉള്ളിൽ ഗ്ലൂക്കോസ് കൂടുന്നത് മാത്രമല്ല നമ്മളുടെ നെറ്റ് കാലറി ഇൻടേക്കും കുറഞ്ഞിരിക്കും. ഇനിയത്തെ കാര്യമാണ് വളരെ ഇത് നമുക്കൊരു ഹൈപ്പോത്തീസിസിനെ പറയാനൊക്കെ ഉള്ളൂ. കാരണം ഒരു കാര്യം പല പ്രാവശ്യം എക്സ്പെരിമെന്റ് ചെയ്ത് ഒരു ലോങ് പീരിയഡ് ഇങ്ങനെ കൺട്രോൾഡ് ട്രയൽ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കൺട്രോൾഡ് പിന്നെ പിയർ റിവ്യൂഡ് ഒക്കെ ട്രയൽസ് ഒക്കെ ചെയ്താലേ ഒരു തിയറി സയൻസിൽ അത് എസ്പെഷ്യലി മെഡിക്കൽ സയൻസിൽ അതിനെ കറക്റ്റ് ആണെന്ന് അവർ പറയാറുള്ളൂ. അത് ഇങ്ങനത്തെ അവരുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ ആളുകളിൽ ലാർജ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം ചെയ്യണമെങ്കിൽ ഒരുപാട് പൈസ ചെലവ് വരും. അപ്പൊ ഈ ചെലവ് വഹിക്കാനൊന്നും ആളുകളില്ലാത്തത് കൊണ്ട് ഇങ്ങനെയുള്ള ചില കാര്യങ്ങളുടെ എക്സ്പെരിമെന്റ്സ് ഒക്കെ, ചില കാര്യങ്ങളുടെ റിസർച്ച് ഒക്കെ ചില ഇൻട്രസ്റ്റഡ് ഡോക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രോട്ടീനെ കുറിച്ചുള്ള പല റിസർച്ചും ഒരു ഡോക്ടർ പീറ്റർ ആറ്റിയ എന്ന് പറയുന്ന ഒരാൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഒരു ഡോക്ടറാണ്, എൻഡോക്രൈനോളജിസ്റ്റ് ആണെന്ന് തോന്നുന്നു. അദ്ദേഹം ആദ്യം അദ്ദേഹത്തിന് കൺവെൻഷണൽ സിസ്റ്റമിലെ ഒരു ഫെയിലിയറിനെ കുറിച്ചുള്ള ഒരു അനുഭവം പറയുന്ന ഒരു ടെഡ് ടോക്ക് ഉണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അത് പറഞ്ഞ അവസാനം അദ്ദേഹം കരയുകയായിരുന്നു. അത് നിങ്ങളൊന്ന് കാണണം. പിന്നീട് അദ്ദേഹം കുറേ റിസർച്ച് ചെയ്ത് പല കാര്യങ്ങൾ പ്രോട്ടീനെ കുറിച്ചും മറ്റുള്ള എല്ലാ കാര്യങ്ങളും എക്സസൈസിനെ കുറിച്ചും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഈ പീറ്റർ ആറ്റിയയുടെ ടെഡ് ടോക്ക് ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം. അത് കണ്ടിട്ട് നിങ്ങൾ പിന്നെ അദ്ദേഹത്തിൻ്റെ വീഡിയോസ് ഒക്കെ കാണണമെങ്കിൽ കാണാം. അദ്ദേഹത്തിൻ്റെ ഒരു ചാനൽ തന്നെ ഉണ്ട്, പീറ്റർ ആറ്റിയ എന്ന് സെർച്ച് ചെയ്താൽ മതി. പിന്നെ ഈ പ്രോട്ടീൻ്റെ മറ്റൊരു അപ്പോൾ അദ്ദേഹമല്ല വേറെ 2 സ്ഥലത്തുള്ള റിസർച്ചസ്, അതിൽ നിന്ന് അവർ കണ്ടുപിടിച്ച ഒരു കാര്യത്തിനെ അവർ പ്രോട്ടീൻ ഒരു മിനിറ്റ് പെട്ടെന്ന് വായില്ലെന്ന് അങ്ങനെ പ്രോട്ടീൻ ലീവറേജ് ഹൈപ്പോത്തീസിസ് എന്നാണ് അതിന് പറയുന്നത്. ഇപ്പം നമ്മൾ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ കഴിക്കുന്നത് വി ആർ ലീവറേജിങ് എ സർട്ടൺ not one certain, a number of features of protein as part of the diet. We are leveraging protein and taking advantage of certain features or certain metabolic effects that protein has in our body. But protein leverage hypothesis എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ പ്രോട്ടീൻ ഇൻടേക്ക് സ്ട്രോങ് റെഗുലേഷൻ ഓഫ് പ്രോട്ടീൻ ഇൻടേക്ക് കുറയുമ്പോൾ നമ്മൾ ഓവർ കൺസംഷൻ ഓഫ് ഫാറ്റ്സ് ആൻഡ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും. നമ്മൾ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും പ്രോട്ടീൻ്റെ കൺസംഷൻ കുറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സും ഫാറ്റ്സും കൂടുതലായിട്ട് നമ്മൾ കഴിക്കും. അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ധാരാളമായിട്ട് എനർജി ഇൻടേക്ക് ഉണ്ടാകും. നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നത് കുറവായതുകൊണ്ട് നമ്മൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റും ഫാറ്റ്സും കഴിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ എല്ലാ ആനിമൽസിനും സഫിഷ്യൻറ്റ് പ്രോട്ടീൻ കിട്ടുന്നത് വരെ അതിന് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുകയില്ല. അപ്പം പ്രോട്ടീൻ കിട്ടുന്നില്ലെങ്കിൽ അത് കഴിച്ചുകൊണ്ടേയിരിക്കും. നമ്മളാണെങ്കിലും പ്രോട്ടീൻ ഇല്ലാത്ത ഒരു ഭക്ഷണം കഴിഞ്ഞാൽ
നമ്മൾ മറ്റ് പലതും കഴിച്ചുകൊണ്ടിരിക്കും. എന്താന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോഡി സഫിഷ്യൻറ്റ് പ്രോട്ടീൻ നമ്മൾ കഴിച്ച് തീരുന്നത് വരെ അത് നമ്മളെ കൊണ്ട് കഴിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രോട്ടീൻ ഉണ്ടെങ്കിലേ ഒരുപാട് ആസ്പെക്ട്സിന് പ്രോട്ടീൻ ആവശ്യമുണ്ട്. നമുക്കറിയാം നമ്മുടെ സെൽസ് ഒക്കെ എപ്പോഴും റീപ്ലേസ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് വേണം, റിപ്പയറിന് വേണം, നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റമിന് വേണം, നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ഒക്കെ എല്ലാ ആസ്പെക്ട്സിലും പ്രോട്ടീനിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പ്രോട്ടീൻ ഉണ്ടെങ്കിലേ ബോഡി ഉള്ളൂ. അപ്പോൾ ബോഡിക്ക് പ്രോട്ടീൻ ആവശ്യമാണ്. നമ്മുടെ മസിൽസും നമ്മളുടെ പല സിസ്റ്റംസും പ്രോട്ടീൻ ആവശ്യമുള്ളതാണ്. എസ്പെഷ്യലി നമ്മുടെ മസിൽസ്, ബോൺസ് 50% ഓഫ് ദ വോളിയൂം ഓഫ് ബോൺസ് പ്രോട്ടീനാണ്. നമുക്ക് പ്രോട്ടീൻ, നമ്മുടെ ബോൺ വീക്ക് ആകുന്നത് കാൽസ്യം മാത്രമല്ല, നമ്മളുടെ പ്രോട്ടീൻ ഇൻടേക്ക്, നമ്മുടെ എക്സസൈസ്, ഇത് രണ്ടും നമുക്ക് ബോൺ സ്ട്രെങ്തിന് ആവശ്യമാണ്. 50% ഓഫ് ഇറ്റ്സ് വോള്യൂം ആൻഡ് ഓവർ 30% ഓഫ് ഇറ്റ്സ് മാസ്, ബോണിന്റെ മാസ് എന്താണ്? പ്രോട്ടീനാണ്, കൊളാജൻ. ബാക്കിയുള്ളത് മിനറൽസ് ആണ്, കാൽസ്യം, ഫോസ്ഫറസ്, അങ്ങനെയുള്ള മിനറൽസ് ആണ്. അപ്പോൾ പ്രോട്ടീൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡിയുടെ സർവൈവലിന് പ്രോട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കാരണം ബോഡി എന്ത് ചെയ്യും? നമുക്ക് പ്രോട്ടീൻ നമ്മുടെ ഭക്ഷണത്തിൽ ഇല്ലെങ്കിൽ നമ്മളെ കൂടുതൽ ഭക്ഷണം കഴിപ്പിച്ചുകൊണ്ട് ഇരിക്കും. നമ്മൾ നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ഒന്നും നമുക്കില്ല. നമ്മൾ എന്ന് വെച്ചോളും, നമ്മൾ ചോറും എന്തെങ്കിലും ഒരു പരിപ്പൊഴിച്ച സാമ്പാറും കൂട്ടിയാണ് നമ്മൾ ഉണ്ണുന്നത്. അപ്പോൾ ആ പരിപ്പിട്ട സാമ്പാറിൽ അല്പം ചില എസെൻഷ്യൽ അമിനോ ആസിഡ്സ്, ചോറിലുള്ള എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എല്ലാം കൂടെ ബാലൻസ് ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ സ്പെക്ട്രം വരും. പക്ഷേ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന വോള്യൂം ഓഫ് പ്രോട്ടീൻ കുറവാണ്. അത് കാരണം എന്ത് ചെയ്യും? കുറച്ച് 100 ഗ്രാം നമ്മൾ ഒരു കൈ കുടന്ന ചോറ് ഉണ്ടിട്ട് അതിലൊഴിക്കാനുള്ള സാമ്പാറും കഴിച്ചാൽ നമ്മൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾക്ക് അത്രയും ചോറ് കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ വരുന്നില്ല. നമ്മൾ വീണ്ടും ചോറും കറികളും കഴിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമ്മൾക്ക് ഇതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു സാധനം ഫൈബറാണ്. നമ്മൾ ഫൈബർ കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു പോകും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും കഴിക്കണമെന്ന് നമ്മുടെ ബോഡി പറയും. കാരണം അതിനാവശ്യത്തിനുള്ള പ്രോട്ടീൻ കിട്ടിയിട്ടില്ല. ഇതാണ് പ്രോട്ടീൻ ലീവറേജ് ഹൈപ്പോത്തീസിസിന്റെ ബേസിസ്. ഈ കണ്ടീഷനാണ് പ്രോട്ടീൻ ലീവറേജ് ഹൈപ്പോത്തീസിസിന്റെ ബേസിസ്. ഇപ്പൊ നമ്മൾ ഈ പ്രോട്ടീനെ ലീവറേജ് ചെയ്ത് രാവിലെ നമ്മൾ പ്രോട്ടീൻ കഴിക്കുന്നത് കൊണ്ട് നമ്മൾക്ക് വീണ്ടും കഴിക്കാനുള്ള ഡ്രൈവ് ഇല്ലാതെയാകുന്നു. അതാണ് അടുത്ത പ്രോട്ടീൻ നമ്മൾ രാവിലെ കഴിക്കുന്നതിന്റെ വേറൊരു കാരണം. ഇനിയും ഒരു കാരണമുണ്ട്. മിക്കവാറും നമ്മളെല്ലാം 40 കഴിഞ്ഞവരാണ്. ഞാനാണെങ്കിൽ 70 അടുത്തതാണ്. നമ്മൾക്കെല്ലാം പ്രോട്ടീൻ നീഡ്സ് ഈ പീറ്റർ ആറ്റിയയുടെ ഒക്കെ ഇന്റർവ്യൂസിൽ ഞാൻ കണ്ടിട്ടുണ്ട്. പീറ്റർ ആറ്റിയ വിത്ത് അതർ റിസർച്ചേഴ്സ് ഉള്ള ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ട് പറയുന്നത്, നമ്മളുടെ ശരീരത്തിന് പ്രോട്ടീൻ നീഡ്സ് ബാക്കിയുള്ളവരുടെ ശരീരത്തിന്റെ ഇരട്ടിയാണ്. ചെറുപ്പക്കാർ 40-ൽ താഴെയുള്ളവരുടെ ശരീരത്തിന്റെ ഇതിൽ നിന്നും ഇരട്ടിയാണ് ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ. എന്തുകൊണ്ട്? നമ്മളുടെ ശരീരം സെൽസിനെ റീപ്ലേസ് ചെയ്യുന്നു. എല്ലിൽ നിന്ന് പ്രോട്ടീനും ഒക്കെ ചില എൻസൈംസ് എല്ലിൽ നിന്ന് പ്രോട്ടീനൊക്കെ ഡ്രോ ചെയ്യുന്നു, കാൽഷ്യം ഡ്രോ ചെയ്യുന്നു. അത് ഡ്രോ ചെയ്യാതെ ഇരിക്കണമെങ്കിൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് കൊളാജൻ വേണം എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ബോഡി പലയിടത്തു നിന്നും പ്രോട്ടീനെ എടുത്ത് അത് റീസൈക്കിൾ ചെയ്ത് അതിൽ നിന്ന് തന്നെ നമ്മൾ കൂടുതൽ പ്രോട്ടീൻ ഉണ്ടാക്കും. കൂടുതൽ നെസസറി ആയിട്ടുള്ള പുതിയ സാധനങ്ങൾക്ക് വേണ്ടി നമ്മുടെ കുടലൊക്കെ റീന്യൂ ചെയ്യുമ്പോഴും, കുടലിൻ്റെ ലൈനിങ് റീന്യൂ ചെയ്യുമ്പോഴും ആ പ്രോട്ടീനൊക്കെ റീയൂസ് ചെയ്യാൻ നമ്മുടെ ബോഡിക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ നല്ലതുപോലെ ഉള്ള റീസൈക്ലിംഗ് യങ്ങർ പീപ്പിളിലുണ്ട്. എന്നാൽ ആസ് യു ഏജ് ഈ റീസൈക്ലിംഗ് പ്രോസസ്സൊക്കെ വീക്കായി വരും. കാരണം ഹോർമോൺ ബാലൻസ് പോകുന്നത് കൊണ്ടാണ്. ഹോർമോൺസ് ഒക്കെ നമ്മുടെ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ആണുങ്ങളുടെ ആൻഡ്രോയിഡ് ഹോർമോൺസ് എല്ലാം കുറഞ്ഞു വരും. ആൻഡ്രോയിഡ് എന്നാണോ പറഞ്ഞത്, അത് ആൻഡ്രോയിഡ് ഫോൺ, ആൻഡ്രോജെനിക് ഫോൺ, ആണുങ്ങളുടെ മെയിൽ ഹോർമോൺസ് എല്ലാവരുടെയും ഈ ചില ഹോർമോണുകളും ഒക്കെ കുറഞ്ഞു വരും. ഈ ഹോർമോണുകൾ കുറഞ്ഞു വരുമ്പോൾ ഈ റീസൈക്ലിംഗും വളരെയധികം ഇൻഎഫിഷ്യൻ്റ് ആവും. അങ്ങനെയുള്ള ആളുകൾക്ക്, അതായത് എൽഡർലി പീപ്പിളിന് കൂടുതൽ പ്രോട്ടീൻ ആവശ്യമാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായ പ്രകാരം അമേരിക്കൻ CDC, സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ, പറയുന്നത് ഒരു ഇൻഡിവിജ്വലിന്, ഒരു അഡൾട്ടിന് 0.8 to 1 gram of protein per kilogram of lean body weight, body mass ആണ് അവർ പറയുന്നത്.
എന്നാൽ ഇദ്ദേഹം പറയുന്നത് ഈ ഏജ്ഡ് പീപ്പിളിന് അത് വളരെയധികം ഇൻസഫിഷ്യൻ്റ് ആണ്. അവർക്ക് 1.6 grams ഓഫ് പ്രോട്ടീൻ പെർ കിലോഗ്രാം ഓഫ് ലീൻ ബോഡി മാസ് ആണ് അവർക്ക് വേണ്ടത്. അത്രയും ഗുഡ് ക്വാളിറ്റി പ്രോട്ടീൻ കഴിച്ചാലേ അവരുടെ ശരീരം അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ, മസിൽ മാസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ മസിൽസ് ഒക്കെ ക്രമേണ വീക്കാകും, ബോൺസ് വീക്കാകും, വീഴ്ച ഉണ്ടാകും, എല്ലൊടിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ നമ്മൾക്ക് ദഹിക്കാൻ പറ്റുന്നതും അബ്സോർപ്ഷനും കുറഞ്ഞാണ് വരുന്നത്. അപ്പൊ അബ്സോർബ് ചെയ്യാനാണെങ്കിൽ ഈ പയറുവർഗ്ഗങ്ങളിൽ നിന്നൊക്കെ എത്രമാത്രം അബ്സോർബ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് എല്ലാ നല്ല പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് അറിയുന്ന പ്രോട്ടീനുകളൊക്കെ ആഹാരത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. ബ്രേക്ക്ഫാസ്റ്റ് പ്രോട്ടീൻ റിച്ചും ഉപ്പ് എരിവുള്ളതും, അതായത് മധുരമില്ലാത്തതുമാക്കി കഴിക്കണം. അങ്ങനെ ഒരു ദിവസം കഴിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഇഫക്റ്റ് മനസ്സിലാവും. ഞാനിത് കഴിച്ച ദിവസം എനിക്ക് ഉച്ചവരെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഈ വിശപ്പിനെ കുറിച്ച് ഒരു ഓർമ്മ പോലും ഇല്ല. മറ്റേതൊരു 11 മണിയാകുമ്പോൾ എന്തെങ്കിലും ചെറിയ ഒരു സ്നാക്ക് കഴിക്കണം എന്ന് തോന്നും. സ്നാക്ക് വേണമെങ്കിൽ കഴിക്കാം, നമ്മൾക്ക് പെർമിറ്റഡ് ആയിട്ടുള്ള സ്നാക്സ് ഉണ്ട്. പക്ഷേ 11 മണി വരെ എനിക്ക് 12 മണിയായിട്ടും 1 മണിയായിട്ടും എനിക്ക് അങ്ങനെ വലിയ വിശപ്പൊന്നും വന്നില്ല. 1 മണിക്ക് ഞാൻ ചോറൊക്കെ ഉണ്ടു. അത് കഴിഞ്ഞിട്ടും ഞാൻ സാധാരണ ഉണ്ട് കഴിയുമ്പോൾ എനിക്കൊരു സ്ലംപ് വരും. ഉച്ചക്കത്തെ ഊണ്, രാവിലെ ഒരു ഹൈ കാർബ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണെങ്കിൽ അത് കഴിയുമ്പോൾ എനിക്ക് കിടന്നുറങ്ങണം എന്ന് തോന്നും. ഉച്ചക്കത്തെ ഊണ് കഴിയുമ്പോൾ ഇതുപോലെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് കിടക്കണം എന്ന് തോന്നും. ഈ ഹൈസ് ആൻഡ് ലോസ് കൊണ്ടാണ്, രാവിലെ ഇതുപോലെ ഹൈസ് ആൻഡ് ലോസ് കൊണ്ടാണ് കിടക്കണം എന്ന് തോന്നുന്നത്. അപ്പൊ അങ്ങനെ കിടക്കണമെന്നുള്ള തോന്നലേ ഇല്ല. വൈകുന്നേരം വരെ ഞാൻ എൻ്റെ സ്റ്റോർ റൂം എല്ലാം ടേൺ ഔട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഉള്ള എനർജി എനിക്ക് കിട്ടി. ആകെ ഞാൻ വരുത്തിയ വ്യത്യാസം എന്ന് പറയുന്നത് രാവിലെ ഒരു ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നത് മാത്രമാണ്. അപ്പോൾ ഇവർ പറയുന്ന മെത്തേഡിൽ ഹൈ പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് വളരെ 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 ഇഫക്റ്റീവ് ആണ് എന്ന് എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. രണ്ടാമത് എന്നെ പോലെയുള്ള നോൺ വെജിറ്റേറിയൻസിന് ഇത് വളരെ ഈസിയാണ്. രാവിലെ 2 മുട്ട കഴിച്ചാൽ മതി. 2 മുട്ട പുഴുങ്ങിയോ പൊരിച്ചോ എങ്ങനെയെങ്കിലും കഴിച്ചിട്ട് അതിൻ്റെ കൂടെ വേണമെങ്കിൽ ഒരു ചെറിയ സാലഡോ, ഫാറ്റൊക്കെ എല്ലാ മുട്ടയിലുണ്ട്, കാർബ് മാത്രമേ ഉള്ളൂ മുട്ടയിലില്ലാത്തത്. അപ്പോൾ ആ കാർബിന് വേണ്ടി ഒരു സാലഡോ വല്ലതും കഴിക്കാൻ ആണെങ്കിൽ നമുക്ക് നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. 2 മുട്ടയും 1 സ്ലൈസ് ബ്രെഡും ബട്ടറും കഴിച്ചാൽ എങ്ങനെയുണ്ടെന്നുള്ളത് ഞാൻ അപ്ലോഡ് ചെയ്യാം. ഞാനത് കഴിച്ചു നോക്കട്ടെ. 2 മുട്ട നമുക്ക് ധാരാളം വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് നല്ലൊരു ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കാം. അതും ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് ഉണ്ട് നോൺ വെജിറ്റേറിയൻസിന്. പണ്ട് ഒരു ബ്രിട്ടീഷുകാരൊക്കെ മുട്ടയും അതിൻ്റെ കൂടെ ഗ്രിൽഡ് ടൊമാറ്റോയും ഹാമോ ബേക്കണോ ഒക്കെ കൂടെയുള്ള ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ആണ് അവർ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പറഞ്ഞത് പ്രോസസ് മീറ്റ്സ് ക്യാൻസർ ഉണ്ടാക്കും, മുട്ട ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കും എന്നൊക്കെ പറഞ്ഞ് ഇതെല്ലാം, പാല് കുഴപ്പമുണ്ടാക്കും, ഇതെല്ലാം പറഞ്ഞിട്ട് എല്ലാവരും സീരിയലിലേക്ക് മൈഗ്രേറ്റ് ചെയ്തത്. ആ സീരിയലാണെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ ഷുഗർ കൊണ്ടുവരുന്ന ഒരു സബ്സ്റ്റൻസുമാണ്. അപ്പൊ കഴിയുമെങ്കിൽ നിങ്ങളും ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ്, സേവറി പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കുക. കെല്ലോഗ്സ് പോലെയുള്ള സീരിയൽസ് നിർത്തുക. എന്നിട്ട് നിങ്ങളുടെ ബ്ലഡ് ഷുഗറും നിങ്ങളുടെ ഡേയും ആ ദിവസവും എങ്ങനെ പോകുന്നു എന്ന് നോക്കി മനസ്സിലാക്കുക. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ആയുരാരോഗ്യങ്ങൾ നേരുന്നു.